സാംസ്കാരിക മേഖലയിലുള്ളവർ, രക്ഷിതാക്കൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പിഞ്ചുകുഞ്ഞുങ്ങൾ തുടങ്ങിയവർ അണിനിരുന്നുകൊണ്ടുള്ള ലഹരി വിരുദ്ധ റാലിയാണ് ഇതുവഴി ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി തീപ്പന്തമേന്തിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക തുടങ്ങിയവർ അണിനിരന്നുകൊണ്ടുള്ള ലഹരി വിരുദ്ധ റാലിയാണ് ഇതുവഴി ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ് ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ച് കടന്നു വരികയാണ്. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അണിയിച്ചിരിക്കുക ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ച് ഇതുവഴിയാണ്. കൊടുമുടി അങ്ങാടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തീപ്പന്തമേന്തി പ്രവർത്തകന്മാർ അണിനിരുന്നുകൊണ്ട് ചെറുപ്പക്കാരെയും താലോലിച്ച് വളർത്തി വലുതാക്കി തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളിക്കുന്ന രക്ഷിതാക്കളെയും നമുക്ക് കാണാം. ജനകീയ പ്രതിരോധം തീർത്തിയിടാം. ലഹരി മാഫിയ സംഘങ്ങൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ യുവത നശിക്കുമ്പോൾ നടക്കുമ്പോൾ കണ്ടില്ലെന്നു നടിക്കല്ലേ. കണ്ണടച്ചു നടക്കല്ലേ. നമ്മുടെ മക്കൾ സഹോദരങ്ങൾ അവർക്ക് കാവൽ നമ്മൾ മാത്രം. അവർക്ക് കരുതൽ നാമാകണം. അവരെ ചേർത്ത് പിടിക്കണം. ലഹരി മാഫിയ വിളയാട്ടം. നമ്മുടെ നാട്ടിൽ പെരുകുമ്പോൾ ലഹരികൾ മുഴുവൻ വലിച്ചു കീറി. ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ 9:30 മണിക്കും ശേഷം 10-11 മണിയായി ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ചെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ലഹരിമുക്ത ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നൈറ്റ് മാർച്ചാണ് ഇവിടെ അവസാനിപ്പിക്കേണ്ടായത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജാഗ്രതാ സമിതി കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തുടക്കം എന്ന നിലക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ നൈറ്റ് മാർച്ചുകൾ സമാപിച്ചു. ഇതോടുകൂടി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല, തുടക്കം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഇനി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇന്ന് കേരളത്തിലായി കഴിഞ്ഞാലും നമ്മുടെ പ്രദേശത്തും വളരെ ഏറെ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത് ഇനിയും പടർന്നു പിടിക്കാതിരിക്കാൻ ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാവരുടെയും സഹകരണമുണ്ട്. അതാണ് ഇന്ന് ഇവിടെ നടത്തിയ നൈറ്റ് മാർച്ചിൽ ആളുകളുടെ പങ്കാളിത്തം തെളിയിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ രാത്രിയിലും, പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ കടന്നു വരുന്നു. എല്ലാ വിഭാഗം ആളുകളേക്കും ഇത് എത്തിയിട്ടുണ്ട്. അതിനാദ്യമായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി അറിയിക്കുകയാണ്. ഏതായാലും നമ്മളെല്ലാവരും കൂട്ടായ്മയോട് കൂടി ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. അതിൽ രാഷ്ട്രീയമില്ല, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും കൂട്ടായി ചേർന്ന് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അതിലെല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് വേണ്ടത്. അതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ശക്തമായ ഒരു പ്രതിഷേധ മാർച്ച്, നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിന്റെ സ്വൈര്യജീവിതം കെടുത്തുന്ന, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വൈര്യജീവിതം കെടുത്തുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള ശക്തമായ താക്കീതായിട്ടാണ് ഇന്നത്തെ ഈ ഒരു നൈറ്റ് മാർച്ച് ജാതി മത രാഷ്ട്രീയ വർഗവർണ്ണ ഭേദമന്യേ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കോട്ടപ്പുറത്തുനിന്ന് തുടങ്ങി കൊടുമുടിയിൽ അവസാനിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രദേശങ്ങളിലുള്ള എല്ലാ വിധത്തിലുള്ള ജനങ്ങളും, മഹല്ല് കമ്മിറ്റി, അമ്പലം കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ യൂത്ത് വിങ്ങിന്റെ ആളുകൾ, യുവജന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ഭരണസമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും
ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെയുള്ള ശക്തമായ താക്കീതുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പഞ്ചായത്ത് തലത്തിൽ വളരെ വലിയ ഒരു കമ്മിറ്റി ഇതിനെതിരെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വാർഡ് തലങ്ങളിലെ എല്ലാ മേഖലകളിലും തന്നെ ശക്തമായ ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രദേശത്തിന്റെ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള നടപടികൾ കൃത്യമായി വീക്ഷിക്കുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇരുമ്പിളിയം പഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിപ്പിടിച്ചുള്ള നൈറ്റ് മാർച്ചാണ് ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളുടെ യുവതലമുറ വെറും ലഹരിയിലും അക്രമങ്ങളിലൊക്കെ ഹോമിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള പ്രൊജക്റ്റുകളൊക്കെ നേരത്തെ പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി ചെറുപ്പക്കാരായ ആളുകളോട് പ്രത്യേകിച്ച് ഈ സമയത്ത് പറയാനുള്ളത്, നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താനാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏർപ്പെടുന്നതെങ്കിൽ നമുക്ക് ഈ സിന്തറ്റിക് ഹാപ്പിനെസ് മാറ്റിവെച്ച് ഓതൻറ്റിക് ഹാപ്പിനെസ്സിലേക്ക്, എക്കാലത്ത് നശിക്കാത്ത ചെറിയ ഡ്യൂറേഷനിലൊരു ഹാപ്പിനെസ് മാറി തീരെ ആളുകളെ ചാരിറ്റി ചെയ്തുകൊണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടുള്ളൊരു ഓതൻറ്റിക് ഹാപ്പിനെസ്സിലേക്ക് നമ്മളുടെ ജീവിതത്തെ മാറ്റുക, തിരുത്തുക എന്നുള്ളതാണ്. ആരെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈ മിസ്റ്റേക്ക് ഉപയോഗിച്ചു, ഇനി തിരുത്തിയ ജീവിതം, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കുള്ള ജീവിതം, കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും അതിലുപരി രാജ്യത്തിനും ഉപകരിക്കുന്ന ഒരു ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായി ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ അതിൽ നിന്നും മടങ്ങി വരിക, അതിൻ്റെ കാരിയേഴ്സ് ആ പണി നിർത്തി നമ്മളുടെ കൂടെ കൂടി ഈ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി മാറാനുള്ള ശ്രമം നടത്തുക. അതിനുള്ള ഒരു പ്രചോദനമാവട്ടെ ഈ നൈറ്റ് മാർച്ച് എന്ന് മാത്രം ഈ സമയത്ത് ആശംസിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. കോട്ടപ്പുറന്ന് തുടങ്ങി ഈ 11 മണിക്ക് കൊടുമുടിയിൽ അവസാനിക്കുമ്പോഴും ഇത്രയും ജനങ്ങൾ ഇത് കൂടിയത് നമ്മളെല്ലാവരും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി ഇതിനെ തുരത്താൻ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇത്രയും ജനങ്ങൾ ഈ കൂടിയതും അതിനനുസരിച്ച് അവർ നമ്മുടെ കൂടെ ഉണ്ടായതും. എന്തായാലും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ ഒരുമ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഈ ലഹരിയുടെ ഇരുട്ടിലേക്ക്, ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും ഇരുട്ടിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന്, നന്മയുടെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിലേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുക എന്നാണ് ഇരുമ്പിളിയത്തെ പൊതുസമൂഹം കത്തിച്ച വിളക്കിനെ സാക്ഷിയാക്കി, കത്തിച്ച തീപ്പന്തത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചത്. തീർച്ചയായും ജനകീയ പ്രതിരോധം കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പുതിയ തലമുറ ഒന്നാകെ ലഹരിയുടെ ആളുകളാണെന്ന രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കേണ്ടതില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനം നടന്നത് 2018 2018 കേരളം കണ്ട എക്കാലത്തെയും വലിയ പ്രളയത്തിന് സാക്ഷിയായപ്പോൾ കേരളത്തെ കൈപ്പിടിച്ച് ഉയർത്തിയത്, പ്രളയത്തിൻ്റെ കാലത്ത് ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനം നടത്തിയത് ഈ നാട്ടിലെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. അപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, വായനയുടെ ഒക്കെ പുതിയ ലഹരിയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. തീർച്ചയായും ഏതെങ്കിലും ഒരു ലഹരിയാണ് മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വായനയാകാം, എഴുത്താകാം, രാഷ്ട്രീയ പ്രവർത്തനമാകാം, സന്നദ്ധ പ്രവർത്തനമാകാം, ഈ കൊടുമുടിയിൽ സംസാരിക്കുമ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവാം. അങ്ങനെ അത്തരം ലഹരിയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇരുമ്പിളിയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വം നടത്തിയ ഈ വലിയ ഇടപെടലിന് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.